നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനവാസ കേന്ദ്രങ്ങൾ പുലിഭീതിയിൽ. പുലിയെ പിടികൂടാൻ വനം വകുപ്പ് അമരമ്പലം പഞ്ചായത്തിലെ പുല്ലുമലയിൽ കെണി സ്ഥാപിച്ചു. പുലികളുടെ അക്രമം മലയോര മേഖലയിലെ വളർത്തുമൃഗ സംരക്ഷണത്തിന് ഭീഷണിയാവുന്നതായി മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലുണ്ടായ വാഹനാപകടത്തിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. കരുവാരക്കുണ്ട് ഖാൻഗാവിന് സമീപം ഗുഡ്സ് ഓട്ടോയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടം. കരുവാരക്കുണ്ട് പുതുച്ചോല മുഹമ്മദ് അഷ്റഫ്, സുനീറ ദമ്പതികളുടെ ഇളയ മകൻ മുഹമ്മദ് അനസാണ് മരണമടഞ്ഞത്. മലയോര മേഖലയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. അധികൃതരുടെ അനങ്ങാപ്പാറ നയത്തിൽ പ്രതിഷേധിച്ച് കരുവാരക്കുണ്ടിൽ സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക്കിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. വാർത്തകൾ വിശദമായി. ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. ടി.കെ. കോളനിയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശത്താണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. പ്രദേശവാസികളും വനം വകുപ്പ് അധികൃതരും നടത്തിയ ചർച്ചയെ തുടർന്നാണ് കൂട് സ്ഥാപിക്കാൻ നടപടികളുണ്ടായത്. ടി.കെ. കോളനി കവളമുക്കട്ട ഭാഗങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പുലിയെ പിടികൂടുവാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ ഇവിടങ്ങളിൽ കഴിഞ്ഞ 3 മാസത്തോളമായി പുലിഭീതി നിലനിൽക്കുകയാണ്. ഇതിനോടകം ആട്, പശു തുടങ്ങിയ നിരവധി വളർത്തുമൃഗങ്ങളെയും പുലി കടിച്ചുകൊന്നു. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവന് കൂടി ഭീഷണിയുണ്ടെന്ന പരാതിയെ തുടർന്നാണ് പുലിയെ പിടികൂടുവാൻ കെണി ഒരുക്കിയതെന്ന് നിലമ്പൂർ സൌത്ത് DFO CV രാജൻ സ്വന്തം വാർത്തകളോട് പറഞ്ഞു. പ്രദേശത്ത് കണ്ടെത്തിയത് പുള്ളിപ്പുലിയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ കാട് കയറുമോ എന്ന പ്രതീക്ഷയിലാണ് ഇത്ര ദിവസം കാത്തിരുന്നതെന്നും DFO പറഞ്ഞു. പാൻഡറ പാർഡർ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പുള്ളിപ്പുലി ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ കാരണമാവുന്നത് പുലിയുടെ ആവാസ വ്യവസ്ഥയിലെ പ്രതികൂല സാഹചര്യങ്ങളോ ആരോഗ്യപരമായ കാരണങ്ങളോ ആവാമെന്ന് വനം വകുപ്പ് നിഗമനം. മാത്രമല്ല, നദികളും കുറ്റിക്കാടുകളോട് കൂടിയ ടി.കെ. കോളനി പോലുള്ള പ്രദേശങ്ങൾ പുലികളുടെ ഇഷ്ടകേന്ദ്രങ്ങളുമാണ്. പാൻഡറ പാർഡർ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പുള്ളിപ്പുലിയുടെ ആവാസ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നീലഗിരി ബയോസ്ഫിയറിലെ ന്യൂ അമരമ്പലം സംരക്ഷിത വനമേഖല. ജൈവവൈവിധ്യത്തിന്റെ കലവറയായ പ്രദേശത്തെ നദികളും പുൽമേടുകളും കുറ്റിക്കാടുകളും പുലികളുടെ ഇഷ്ടകേന്ദ്രങ്ങളാണ്. ശരാശരി 140 പൌണ്ട് ഭാരവും 28 ഇഞ്ച് നീളവുമാണ് പുള്ളിപ്പുലികൾക്ക് ഉണ്ടാവുക. ആവാസ വ്യവസ്ഥയിലെ കാലുഷ്യമാണ് പുലികളെ കാടിറങ്ങുന്നതിന് പ്രേരിപ്പിക്കുന്നത്. ആരോഗ്യ പ്രശ്നവും വാർദ്ധക്യവുമെല്ലാം വനയോര മേഖലയിലെ വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്നതിന് പുലികൾക്ക് പ്രേരണയാകാറുണ്ട്. അമരമ്പലം പഞ്ചായത്തിലെ ടി.കെ. കോളനി, പാട്ടക്കരിമ്പ്, കവളമുക്കട്ട ഭാഗങ്ങളിൽ പുലിയുടെ ആക്രമണം തുടർക്കഥയായതിന് ഇതായിരിക്കാം കാരണമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. പ്രദേശത്ത് പുലിശല്യം തുടരുന്നത് തടയാൻ നടപടിയെടുക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കൂടി പരിഗണിച്ച് കെണിയൊരുക്കുവാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ 3 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വനത്തിൽ നിന്നും അകലെയുള്ള പ്രദേശത്താണ് കൂട് സ്ഥാപിക്കാറുള്ളത്. എന്നാൽ അടിയന്തര സാഹചര്യം പരിഗണിച്ച് CCF-ൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങി വനാതിർത്തിയിൽ തന്നെ കെണി സ്ഥാപിക്കുമെന്ന് നിലമ്പൂർ സൌത്ത് ഡിവിഷൻ DFO CV രാജൻ പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടവർക്ക് അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പുള്ളിപ്പുലികൾ സാധാരണയായി മനുഷ്യരെ ആക്രമിക്കാറില്ലെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. ഗ്രാമപഞ്ചായത്ത് അംഗം VK സുബ്രഹ്മണ്യൻ, TP അയ്യപ്പൻ, പരുത്തിക്കുന്നൻ അബു, ഖാദർ പാലത്തിങ്ങൽ, മുഹമ്മദ് കരിമ്പനക്കൽ, മജീദ് പുത്തൻപുരക്കൽ, സഫീർ മേലേമണ്ണിൽ, വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ബെന്നി വാകോട്ടിൽ, വാസു അരുവിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമിതിയാണ് DFOയെ കണ്ടത്. തുടർച്ചയായുള്ള പുലിയുടെ ആക്രമണം മലയോര മേഖലയിലെ വളർത്തുമൃഗ സംരക്ഷണത്തിന് ഭീഷണിയാകുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 16 വളർത്തുമൃഗങ്ങളാണ് പുലിയുടെ ആഹാരമായത്. അമരമ്പലം പഞ്ചായത്തിലെ ടി.കെ. കോളനി, പാട്ടക്കരിമ്പ്, കവളമുക്കട്ട ഭാഗങ്ങളിലാണ് പുലിയുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. ആട്, പട്ടി എന്നിവയ്ക്ക് പുറമെ കറവ പശുക്കളും പുലിയുടെ ആക്രമണത്തിന് ഇരയായിരുന്നു. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൃഷിനാശം വിതച്ചതിനെ തുടർന്ന് കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച പ്രദേശവാസികളിൽ ഭൂരിഭാഗത്തിന്റെയും പ്രധാന വരുമാനമാർഗമാണ് മൃഗങ്ങളെ വളർത്തുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ആടുവളർത്തലാണ്. പുലികൾ ആക്രമിക്കുന്നത് പ്രധാനമായും ആടുകളെയാണെന്നുള്ളതും പ്രദേശവാസികളെ വലയ്ക്കുന്നുണ്ട്. സ്ഥലങ്ങളിലെല്ലാം വേങ്ങാപ്പരതയിലെ ഒരു പശുക്കുട്ടിയാണ് ആദ്യമായിട്ട് ആക്രമിച്ചത്. അത് വളരെ മാരകമായ മുറിവായിരുന്നു അതിൻ്റെ കഴുത്തിലും ശരീരത്തിലും ഉണ്ടായിരുന്നത്. ചികിത്സ നൽകിയെങ്കിൽ തന്നെ അത് വളരെ അത്യാസന്ന നിലയിലായതിനാൽ അതിന് മരണം സംഭവിച്ചു.
പിന്നീട് സംഭവിച്ചത് വേങ്ങാപ്പരതയിൽ പാട്ടക്കരമ്പിലുള്ള ഒരു സ്ത്രീയുടെ 8 ആടുകളെ ആക്രമിച്ചു. ഇതിൽ 5 എണ്ണത്തിനെ നമുക്ക് പൊടിപോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാട്ടിൽ നിന്ന് തന്നെ പുലി എടുത്തുകൊള്ളുകയാണ് ചെയ്തത്. പിന്നെ വരുന്ന ഒരെണ്ണത്തിനെ പരിക്കുകളോടുകൂടി നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. അതിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് ഇപ്പം ഇന്നലെയും മിനിഞ്ഞാന്നായിട്ട് TK കോളനിയിലാണ് ഈ പുലി വീണ്ടും ആക്രമണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ കൃഷി ഇതുപോലെ ഒരു കൃഷി അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വന്യമൃഗശല്യം അത്രയ്ക്ക് രൂക്ഷമായിരുന്നു. ആ അവസ്ഥയിൽ ആണ് ഇവർ മൃഗസംരക്ഷണത്തിലൂടെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള നിലയിലാണ് അവിടുത്തെ ജനങ്ങൾ ഈ മൃഗസംരക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് അടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഇവ മൃഗങ്ങളെ കൂടി ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലെത്തിക്കുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് കൂടുതൽ നഷ്ടപരിഹാരം വനംവകുപ്പ് നൽകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജനങ്ങൾക്ക് വേണ്ടാത്ത കനാൽ പ്രവൃത്തി ഉടൻ നിർത്തിവെക്കണമെന്ന് ദളിത് കോൺഗ്രസ് കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചു. കരുവാരക്കുണ്ട് CT എസ്റ്റേറ്റ് മങ്കുണ്ടിൽ നിർമ്മിക്കുന്ന കനാലിനെതിരെയാണ് ദളിത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 40 വർഷം മുൻപ് സർക്കാർ ഉപേക്ഷിച്ച CT എസ്റ്റേറ്റ് തുരുമ്പോട മങ്കുണ്ട് കനാൽ വീണ്ടും പ്രവൃത്തി നടത്തുന്നതിനെതിരെയാണ് ദളിത് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത്. നിരവധി ദളിത് കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തിലൂടെയാണ് കനാൽ കടന്നുപോകുന്നത്. കനാൽ നിലവിൽ വന്നാൽ ദളിത് കുടുംബങ്ങളുടെ വീടുകളിലേക്കുള്ള വഴികൾ ഇല്ലാതാകും. കനാൽ നിർമ്മിക്കുന്നതോടെ ദളിത് കുടുംബങ്ങളുടെ വീടിനും നിലനിൽപ്പിനും ഭീഷണിയാണ്. വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ ഉപേക്ഷിച്ച പദ്ധതി വീണ്ടും കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്നും കനാൽ നിർമ്മാണം തുടർന്നു പോയാൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് C കൃഷ്ണൻ സ്വന്തം വാർത്തകളോട് പറഞ്ഞു. CTC തുരുമ്പോട കനാല് 40 വർഷം മുമ്പ് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് സർക്കാർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിച്ചു പോയ സംഭവമാണ്. ഇപ്പോഴത് ചില കോൺട്രാക്റ്റുകാരും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അതിൻ്റെ പിന്നിൽ സാമ്പത്തിക ലാഭം കണ്ടുകൊണ്ട് ആ കനാൽ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കനാൽ കടന്നു പോകുന്ന വഴിയിൽ ഏതാണ്ട് 25ഓളം പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയ. ഇത് വലിയൊരു കിടങ്ങ് ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ അവരെ താമസത്തിനും അതുപോലെ തന്നെ നിലനിൽപ്പിനും അവരുടെ വീടിനൊക്കെ ഭീഷണിയായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിർത്തിവെക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ സമര പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കും. ഇനിയൊരു ഇടവേള.